ഇന്നലെ അടച്ച പാതകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. ഖത്തറായിരുന്നാലും ബഹ്റൈനായിരുന്നാലും വ്യോമപാതകളെല്ലാം തുറന്നിട്ടുണ്ട്. ഇന്നലെ നടന്ന ആക്രമണത്തോടു കൂടി ഇറാന്റെ US താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അതൊരു പ്രതീകാത്മക ആക്രമണമായിരുന്നു. ഒരു വലിയ എസ്കലേഷൻ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. ഖത്തറിനെ അടക്കം അറിയിച്ചതിന് ശേഷമാണ് ഖത്തറിലുള്ള US ബേസ് അൽ-ഉദൈദ് സൈനിക ബേസ് ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ അത് പശ്ചിമേഷ്യയിലെ അല്ലെങ്കിൽ ഈ ഗൾഫിലെ ഏതെങ്കിലും രാഷ്ട്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അവരെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള ആക്രമണമല്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംഘർഷങ്ങൾ അവസാനിക്കുകയും ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി ആ വ്യോമപാതകളെല്ലാം തുറന്നു. സാധാരണ രീതിയിലായിട്ടുണ്ട്. വിമാന സർവീസുകളെല്ലാം സാധാരണ രീതിയിലായിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷത്തിലേക്ക് വരുമ്പോൾ പശ്ചിമേഷ്യയിലെ GCCയിലെ രാഷ്ട്രത്തലവന്മാർക്ക് തന്നെയാണ് വീണ്ടും തലവേദനയാകുന്നത്. ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ വലിയ രൂപത്തിലുള്ള ബാക്ക് ചാനൽ ചർച്ചകൾ അവർ നടത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വീണ്ടും സംഘർഷത്തിലേക്ക് പോകുമ്പോൾ ഗൾഫ് മേഖല കൂടുതൽ നിരാശയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇവർ വീണ്ടും ഈ ഗൾഫ് രാഷ്ട്രങ്ങളുള്ള പ്രമുഖരായ നേതാക്കൾ ഖത്തർ, UAE, സൗദി പോലെയുള്ള രാജ്യങ്ങൾ വീണ്ടും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒപ്പം ഇറാന് മേലും സമ്മർദ്ദങ്ങൾ വേണ്ടിവരും. ഈ രൂപത്തിൽ ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചു എന്ന ആരോപണം ഉയരുകയാണെങ്കിൽ ഇറാന് മേലുള്ള സമ്മർദ്ദം കൂടി ഉണ്ടാകും. റഷ്യയും ചൈനയുമാണ് ഈ വിഷയത്തിൽ കൂടുതൽ ഇറാനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.